സോ ഞാൻ പോയത് ഈവനിങ് ഉള്ള ഷോയാണ്. യാ എനിക്കത് ഒത്തിരി സന്തോഷമായിട്ട് തോന്നി. കാരണം മോഹൻലാലിനെ മീറ്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ചാൻസ് കിട്ടിയിട്ടും ഞാനത് ചെയ്യാതിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ ഇവിടെ പോകുമ്പോഴത്തേക്കും പേഴ്സണൽ മീറ്റിംഗ് അല്ലാതെ നമുക്കൊരു ഒഫീഷ്യൽ മീറ്റിംഗ് പറ്റുമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പോയി കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ മോഹൻലാലിൻ്റെ പാട്ടുകളാണ് എൻ്റെ മനസ്സിൽ കൂടെ ഓടി മറിഞ്ഞത്. ലൈക്ക് ആരാരും കാണാതെ ആ പാട്ട്, പിന്നെ പറയാതെ ആ പാട്ട്, നെക്സ്റ്റ് വന്നിട്ട് വെള്ളി നില ആ പാട്ട്, ദെൻ മുറ്റത്തെത്തും തെന്നലേ, ദെൻ ഏതോ നിദ്രതൻ ആ പാട്ട്, അങ്ങനെ കുറേ പാട്ടുകൾ. പിന്നെ ഓ നരൻ, ഒബ്വിയസ്ലി ഐ എം എ ബിഗ് വിനീത് ശ്രീനിവാസൻ ഫാൻ. വിനീത് ശ്രീനിവാസൻ്റെ വോയിസിനോടുള്ള ഭയങ്കര, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയാണ്. സോ അങ്ങനെ കണ്ടു, ഷോ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ്, ഞാൻ കണ്ടതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ പേഴ്സണൽ എനിക്ക് ചാനലിൽ പറയാൻ എനിക്ക് താല്പര്യം. ദാറ്റ് ഈസ് അനദർ തിങ്. സോ ഞങ്ങൾ പോയി, ഞങ്ങൾ കണ്ടു, നല്ല ചിരി, നല്ല ഐ കോണ്ടാക്ട്. അവരുടെയൊക്കെ ആ ഒരു പൊളൈറ്റ്നെസ് നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. അവർക്കൊക്കെ എന്താണ് ഇല്ലാത്തത് ഈ ലോകത്ത്? എല്ലാം ഉണ്ട്. എന്നിട്ടും എത്ര ഹമ്പിളാണ്, എത്ര പൊളൈറ്റാണ്. അത് അങ്ങനെ അഭിനയിക്കുന്നതാണ് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണേലും നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇപ്പം ഞാൻ എത്ര ഹമ്പിളായിട്ടിരുന്നാലും എൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരു ഹാഫ് ആൻ അവറൊക്കെ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാകാൻ പറ്റും. അങ്ങനെ ബിഗ് ബോസിൽ വൈൽഡ് കാർഡായിട്ടുള്ള എല്ലാവരെയും കണ്ടു. ലാസ്റ്റിലിരുന്ന് പറയാം, ഏറ്റവും ലാസ്റ്റ് കയറിയ സായി കൃഷ്ണയാണ്. ഷോ നമ്മൾ കണ്ട ലൈവിനകത്ത്, ഷൂട്ടിങ്ങിനകത്ത് സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ്റ്, തടിയൊക്കെ വടിച്ച് മുടിയൊക്കെ വൈറ്റ് ആക്കിയിട്ടാണ് പുള്ളി കയറിയിരിക്കുന്നത്. എനിക്ക് പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് സ്റ്റേജിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒത്തിരി എക്സ്പെക്റ്റേഷനോടെയാണ്. സായി കൃഷ്ണ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വട്ടിക്കോൾ പുള്ളിയുടെ അഭിപ്രായങ്ങൾ കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്, ഞാൻ അഡ്മയർ ചെയ്തിരുന്ന ഒരാളാണ് ചാനലിനകത്ത്. ബട്ട് എനിക്ക് ഡയറക്റ്റ് കണ്ടപ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ്. ഓഡിയൻസുമായിട്ട് പുള്ളിക്ക് ഒരു കണക്ഷനോ ഒരു കോണ്ടാക്റ്റോ പുള്ളി കൊടുത്തില്ല. ഓഡിയൻസിൽ നിന്ന് പുള്ളി പുല്ല് വില പോലും കൊടുത്തില്ല, ആരെയും നോക്കിയില്ല. നമുക്ക് ഇപ്പുറത്തിരുന്ന് നോക്കുമ്പോൾ കാണാം. ഓക്കെ, എന്തോ ഒരു റോക്കി ബൈ ആറ്റിറ്റ്യൂഡ് തോന്നി. അതിനകത്ത് വരുമ്പോൾ നോക്കാം പുള്ളിക്കാരനെ എങ്ങനെ കളിക്കുന്നു എന്നുള്ളത്. പിന്നെ ഒരു ഡി ജെ സിബിൻ്റെ, ഐ തിങ്ക് ദറ്റ് അതാണ് പേരെന്ന് തോന്നുന്നു. ആ പുള്ളിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പുള്ളിയുടെ സംസാരം ഇഷ്ടപ്പെട്ടു, പുള്ളിയുടെ ഓഡിയൻസ് കോണ്ടാക്റ്റ് ഇഷ്ടപ്പെട്ടു. ദെൻ ഓഡിയൻസ് കോണ്ടാക്റ്റ് സ്റ്റേജിൽ ഇഷ്ടപ്പെട്ടത്, പിന്നെ ഇഷ്ടപ്പെട്ടത് നന്ദന, അതിൻ്റെയും ഇഷ്ടപ്പെട്ടു. പിന്നെ 2 പേര്, പൂജ ആസ് യൂഷ്വൽ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്ന പൂജ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഒന്ന് അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് ജയദീപ്, 2 പേരും നല്ല വെൽ ക്വാളിഫൈഡ്. ഇവരെല്ലാം ക്വാളിഫൈഡ് ആണ് കേട്ടോ, ഇവർ 2 പേരും നല്ല വെൽ ക്വാളിഫൈഡ് ആണ്. അവരുടെയും എല്ലാം ഓഡിയൻസ് കോണ്ടാക്റ്റ് വെരി ഗുഡ് ആയിരുന്നു. ഓഡിയൻസ് കോണ്ടാക്റ്റിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് തോന്നി എനിക്ക് സായി കൃഷ്ണയുടെ. മോഹൻലാലിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും മോഹൻലാലിന് ഈക്വലായിട്ട് ഓപ്പോസിറ്റ് നിന്നിട്ട്, എന്തോ നമ്മൾ ഇത്ര നാൾ കണ്ട് ആരാധിച്ചിരുന്ന ഒരു മോഹൻലാലിൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുമ്പം എനിക്കെന്തോ പോലെ തോന്നി. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ട്, നമ്മൾ കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ് അല്ലേ, കേരളത്തിൽ നമ്മളുടെ പ്രേമം എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫീലിങ്ങിനെ ഒരു ഗന്ധർവനാണല്ലേ. അത്രയ്ക്കും അറിവുള്ള, അത്രയ്ക്കും പൊളൈറ്റായിട്ടുള്ള ഒരാളിൻ്റെ മുന്നിൽ നിന്നിട്ട് പുള്ളി ഭയങ്കര എന്തോ സംതിങ് ഹീസ് എന്നുള്ള രീതിയിൽ ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി നമുക്ക് അകത്ത് കയറി പുള്ളി എന്താ കാണിക്കുന്നത്, നമുക്ക് കളിക്കുന്നത് നമുക്ക് നോക്കാം, അതെനിക്കറിയില്ല. ഇന്നലെ കണ്ട ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇടണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളൊരു ഷോയിൻ്റെ സീക്രട്ട് പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ എന്നുള്ള ഒരു എത്തിക്സ് വെച്ചിട്ടാണ് ഞാൻ ഇടാഞ്ഞത്. സോ ഇതിപ്പോൾ ഞാൻ 8 മണിക്ക് അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ ഷോ വരുമല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ജിൻഡോയും ഗബ്രിയും അകത്ത് തന്നെയുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. പക്ഷേ ഞാൻ പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ പുറത്ത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ഒരു പാർക്ക് ചെയ്തപ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ സൈലൻസറിൽ കുറച്ച് സ്ക്രാച്ചസ് കൂടെ കിട്ടിയിരിക്കും. ബിക്കോസ് അത്രയ്ക്കും ഞാൻ നിർത്തി വെച്ച് പാർക്കിംഗ് ചെയ്തപ്പോൾ കഴിക്കാൻ കയറിയതാണ്. പാർക്കിങ്ങിനകത്ത് ചെറുതാണ്, ബട്ട് ഞാനങ്ങനെ എൻ്റെ വണ്ടി സ്ക്രാച്ച് എടുക്കാറില്ല, എൻ്റെ വണ്ടിയിൽ ഒരു സ്ക്രാച്ച് പോലും കാണാറില്ല. അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഇന്നലെ. ബിക്കോസ് നമ്മൾ എന്താ പറയണ്ടേ, ഓർമ്മ വെച്ച നാൾ മുതൽ മോഹൻലാലിൻ്റെ പടം കാണുന്ന ആൾക്കാരാണ്. ഇപ്പോഴും നമ്മൾ മോഹൻലാലിൻ്റെ പടങ്ങൾ കാണും.
ഞാൻ ആ ദാസനെ വിജയനെയൊക്കെ ഇങ്ങനെ ഓർത്തു, പുള്ളി ഇപ്പം തിരിച്ചങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർത്തു. സോ വേറെ ആരെയും എനിക്കറിയാവുന്ന ആരെയും ഞാനവിടെ കണ്ടില്ല കേട്ടോ. അത്രേ ഉള്ളൂ. എനിക്ക് ബിഗ് ബോസ് റിവ്യൂ ഇടാനായിട്ട് ഒരു മടിയാണ്, എന്താണെന്നറിയില്ല. അത് റിവ്യൂ അല്ല ഇത് കേട്ടോ, ഞാൻ ജസ്റ്റ് കണ്ട കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. എൻ്റെ കൂടെ വന്ന എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു ഇട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇടില്ല. വേണ്ട, എന്തിനാ, നമ്മൾ പ്രൈവറ്റായിട്ട് പോയി കണ്ടു, നമ്മൾ സംസാരിച്ചു തിരിച്ചു വന്നു, അങ്ങനെ വിട്ടേക്കാമെന്ന് ചോദിച്ചു. പക്ഷേ ഇടിയിടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സംസാരിക്കാത്തത്, എൻ്റെ ഈ പല്ല് ജസ്റ്റ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അത് വയ്ക്കാൻ ഇനി ഒരു 15 days കൂടെ കഴിയും. അത് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ ടോക്ക്. സോ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. ബട്ട് അതൊന്നും ഒരു മാറ്ററല്ല. എൻ്റെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആണ്, ഐ ആം ഇമേജ് കോൺഷ്യസ്. അതൊരു വലിയ പ്രശ്നമാണ്. ബട്ട് ഓക്കെ. ആൻഡ് യെസ്റ്റർഡേ വാസ് എ വെരി ഗുഡ് ഈവനിങ്. ബിക്കോസ് നമ്മൾ ഇമാജിനറി വേൾഡിൽ ഒരു മോഹൻലാലിനെ കാണും, നമ്മൾ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ തൊട്ട് മുന്നിൽ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ അപ്പോൾ ഞാൻ പുള്ളിയുടെ ഐലാഷസ് വരെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. എനിക്ക് മോഹൻലാലിനോട് ക്രഷൊന്നും തോന്നിയില്ല കേട്ടോ, ബിക്കോസ് ഐ എം അഡ്മയറിങ് ഹിം. എനിക്ക് മോഹൻലാലിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, കുറേ പാട്ടുകളാണ് എനിക്കിങ്ങനെ ഓർമ്മ വന്നത്. എന്താ പറയണ്ടേ, കുറേ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടി ഓടി വന്നു. ഓരോ പുള്ളി ഓരോ വേർഡ് പറയുമ്പോഴും, ഓരോ അത് സംസാരിക്കുമ്പോഴും, ഓരോ പ്രാവശ്യം ചിരിക്കുമ്പോഴും ഞാൻ പുള്ളി സംസാരിക്കുന്ന സബ്ജക്റ്റ് ഇട്ടിട്ട് ഈ പാട്ടിൻ്റെ ഒരു ഓർമ്മകളിൽ ഇങ്ങനെ കുറേ, എന്നിട്ട് ഞാൻ ആ പാട്ടിങ്ങനെ ഹം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓഡിയൻസിന് അടുത്ത് വന്നു കഴിഞ്ഞിട്ട്. അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം യേശുദാസിനെ എൻ്റെ തൊട്ടടുത്ത് സീറ്റിൽ ഫ്ലൈറ്റിൽ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ പുള്ളിയുടെ അടുത്ത് ഒരു 2.5 hours ഇരുന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു മൊബൈലെടുത്തൊരു സെൽഫി എടുക്കാനുള്ള പേടിയുണ്ട്. അന്ന് കുറച്ചുകൂടെ യങ്ങായതുകൊണ്ട് ഒരു പേടിയായ കാരണം ഞാൻ ചോദിച്ചില്ല, പക്ഷേ സംസാരിച്ചു. ഞാൻ കാല് തൊട്ട് തൊഴുതു, അതൊക്കെ ചെയ്തു. പുള്ളിയുടെ കയ്യിൽ കുറച്ച് ഗ്ലാസ് പോലത്തെ കുറച്ച് സാധനം ഇടുന്നു, ഗിഫ്റ്റിൽ ഇനാഗുറേഷന് കിട്ടിയത്, അതൊക്കെ ഞാനെടുത്ത് മേളിൽ വെച്ചു. എല്ലാവരും കയറി ലാസ്റ്റാണ് വന്നത്. എൻ്റെ തൊട്ടടുത്ത സീറ്റ്, ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു, തൊട്ടടുത്ത സീറ്റ് കാലിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരാൾ കയറി വന്നു. ഞാൻ ശരിക്കും എൻ്റെ ശ്വാസം നിന്ന് പോയി അന്നേരം. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് പുള്ളി ചോദിച്ചു, കുട്ടി പാടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അത്ര പാടത്തില്ല, ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ മൂളാറുണ്ട്. ഓക്കെ, ഭയങ്കര നമ്മളാ കേൾക്കുന്ന പോലെ തന്നെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, എവിടെയാണ്, എന്താ, അങ്ങനെ അവരൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ വീണ്ടും 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 ഒരു പൊളൈറ്റ് എന്നുള്ള ഒരു കാര്യത്തിന് ഒരുപാട് ഇമേജ് കൊടുക്കും. പൊളൈറ്റ് എന്ന വേർഡ് നമുക്ക് ബാഡായിട്ടും ഗുഡായിട്ടും യൂസ് ചെയ്യാം. സോ പൊളൈറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ് വേർഡ്. ഓക്കെ, പൊളൈറ്റ് എന്ന് പറയുന്നത് അത്ര നല്ലൊരു വേർഡൊന്നുമല്ല. പക്ഷേ പൊളൈറ്റ് ചില സമയത്ത് അത് ഭയങ്കര ഭംഗിയുള്ള ഒരു വേർഡാണ്. അവരുടെ ആ ഒരു സബ്മിസീവാണ് ഏറ്റവും ബാഡ് വേർഡ് മീൻസ് നോട്ട് തെറി കൈൻഡ് ഓഫ് തിങ്. ഓക്കെ, അതത്ര ഒരു നല്ല വേർഡല്ല. ബട്ട് അവരുടെയൊക്കെ ആ ഒരു ജസ്റ്റേഴ്സും, അതായത് നിറഞ്ഞ് കുടം തുളുമ്പത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് അവരുടെയൊക്കെ ഒരു സംസാരം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിക്കുന്നവർ, ഒരുപാട് ഷോ കാണിക്കുന്നവരെയൊന്നും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാകുന്നിടത്തോളം, എക്സ്പോഷർ ഉണ്ടാകുന്ന അളവിന് നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കാനും അവരോട് സംസാരിക്കാനും, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മുടെ മനസ്സിൽ എവിടെ ഹേർട്ടാവുന്നു, നമുക്ക് എവിടെ സങ്കടം വരുന്നു, എവിടെ ദേഷ്യം വരുന്നു, ഇറിറ്റേറ്റ് ആവുന്നു, അല്ലെങ്കിൽ നമുക്ക് എവിടെ റിഗ്രറ്റ് വരുന്നു, ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു മാനേജ് ലൈഫ് വിത്ത് അതേഴ്സ്. അതാണ് സത്യം. നീ ഉന്നെ അറിந்தாൽ ഉലകത്തിൽ പോരാടലാം എന്ന് പറഞ്ഞ പോലെ അത് വളരെ സത്യമാണ്. പക്ഷെ നമ്മളെ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും കുറച്ച് ടൈം പിടിക്കും. കാരണം നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻ, നമ്മൾ കണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പേരൻസിൻ്റെ അടുത്തു നിന്ന് കേട്ട കാര്യങ്ങൾ, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, എല്ലാം, സൊസൈറ്റി, പബ്ലിക്, നെയ്ബേഴ്സ് കൂടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതൊക്കെ വിട്ടിട്ട് റിലേറ്റീവ്സ്, റബ്ബിഷ് സ്റ്റുപ്പിഡ് റിലേറ്റീവ്സ്, ഓക്കെ, ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്കൊരു ബിലീഫും ക്യാരക്ടറും കോൺഫിഡൻസ് കുറവും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളായിട്ട് നമ്മുടെ ജീവിതം ചെയ്യണം എന്നുള്ളൊരു സമയത്ത് ലോകത്തിലോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാർ, നമ്മളെക്കാളും മേളിലുള്ള ആൾക്കാർ,
നമ്മളെക്കാളും ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരോട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് അവർ തരുന്ന ഒരു റെസ്പെക്റ്റ്, അല്ലെ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റോടെ നമ്മളുടെ കരിയറിൽ നമുക്കുണ്ടാകുന്ന ഒരു ഗ്രോത്ത്, നമുക്കുണ്ടാകുന്ന ഒരു പബ്ലിക് എക്സ്പോഷർ, ഇതൊക്കെ ശരിക്കും നമ്മളെ മോൾഡ് ചെയ്ത് ഒരു ഭയങ്കര ഗുഡ് പേഴ്സണാലിറ്റി ആക്കി മാറ്റും. അതായത് നമ്മുടെ ഇമോഷൻസ് ഇത്രേ പാടുള്ളൂ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ അത് കാണും. നമ്മുടെ ഇമോഷൻസ് ഇത്രേ കാണത്തുള്ളൂ, ഇത്രേ പാടുള്ളൂ എന്ന് നമ്മുടെ ബ്രെയിൻ സ്വയം പഠിക്കും. ഈ വേർഡ്സേ പറയാവുള്ളൂ, എത്ര ദേഷ്യം വന്നാലും നമ്മൾ ഇങ്ങനെ സംസാരിക്കുകയുള്ളൂ. കാരണം അത് നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ആണ്. എല്ലാം പേരൻസ് പഠിപ്പിച്ചു തരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ലൈഫിൽ നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മുടെ മൈൻഡ് ഒന്ന് മോൾഡാകും. അതൊക്കെയാണ് മോഹൻലാലൊക്കെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരു കോമൺ പേഴ്സണെ പോലാണ്. അതായത് എന്താ പറയണ്ടേ, പുള്ളി അവരോട് ചോദിക്കണം, ഞാൻ സ്റ്റേജിൽ കയറട്ടെ, ഞാൻ പൊയ്ക്കോട്ടെ. അത് ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ കാതിൽ കൂടെ ഒക്കെ 10 കിളിയൊക്കെ പറന്നുപോയി. ഇങ്ങനെ ഞാൻ കണ്ടോണ്ടിരിക്കുമായിരുന്നു. സ്റ്റേജിൽ കയറട്ടെ അവരോട് അതായത് അവിടെ നിൽക്കുന്ന സ്റ്റാൻഡ് ബൈ പീപ്പിളോട് പോലും പുള്ളി എനിക്ക് കയറട്ടെ, സ്റ്റേജിൽ കയറട്ടെ, സമയമായോ, അവിടെ സ്റ്റേജിൽ വന്നിട്ടാണെങ്കിലും ഓക്കെ ആയോ, ഇറ്റ്സ് സോ കൂൾ. നമ്മളത് പഠിച്ചാൽ നമുക്ക് നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സ്മൂത്തായിട്ട് ജീവിക്കാൻ പറ്റും. ഗ്രഡ്ജസ് ഇല്ലാതെ, എനിക്കിടയ്ക്ക് തമിഴ് വരും, ഓക്കെ, ഗ്രഡ്ജസ് ഇല്ലാതെ, പിന്നെന്താ പറയണ്ടേ, റിഗ്രറ്റ് ഇല്ലാതെ, റിവഞ്ചില്ല. ഈ റിഗ്രറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മളെ കൊല്ലും. കാരണം നമുക്കത് റിഗ്രറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. നമ്മുടെ ഒത്തിരി ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചുമ്മാ അവരൊന്നും ഓർക്കാത്ത പറയുന്നതായിരിക്കും, പക്ഷെ നമുക്ക് സ്വയം തോന്നും ഇതുകൊണ്ട് അതൊരു വലിയ പെയിനാണ്. നമ്മളുടെ അവസാനം വരെ അത് പോവില്ല. സോ നമ്മൾ റിഗ്രറ്റ് ഇല്ലാതെ നോക്കുക. അങ്ങനെയൊക്കെയാണ് ഞാനിതൊക്കെ പറയുന്നത്. ഞാൻ എൻ്റെ കോളേജിൽ കുട്ടികളോട് ഇതൊക്കെ പറയാറുണ്ട്. അത് അവർക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും പ്രയോജനമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ, ഞാൻ സായി കൃഷ്ണയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടാണ് ഇത്രയും പറഞ്ഞത്. അത് പാടില്ല. കാരണം എനിക്ക് അയാളോടുണ്ടായിരുന്ന ഒരു വേ ഓഫ് അപ്രോച്ച്, എന്താ പറയണ്ടേ, ഒരു കോയിൻ തിരിച്ചിട്ട പോലെ മാറിപ്പോയി. എനിക്ക് അയാളുടെ കുറേ സംസാരങ്ങളും അയാളുടെ വ്യൂ പോയിൻറ്റ്സും അയാളുടെ ലൈഫിനെ നോക്കിക്കാണുന്ന വിധങ്ങളും ഒക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് മാത്രമേ എനിക്ക് ഒത്തിരി ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നിയത് ഒരു ഉണ്ണി മുകുന്ദൻ്റെ ഇഷ്യൂണ്. ആവശ്യമില്ലാതെ കുറേ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ യൂട്യൂബല്ലേ അപ്പോഴൊക്കെ കാണുന്നത്, അങ്ങനെ ഓർത്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ആ പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു. കാരണത്തിന് സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളൂ. വലിപ്പമില്ലാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ, അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയാണ്. അതല്ല, ബോഡി ലാംഗ്വേജ്. അയാൾ അവിടെ നിന്നിട്ട് ആ മുന്നിലിരിക്കുന്ന ഓഡിയൻസൊക്കെ എന്തോ സോ ചീപ്പ് എന്നുള്ള രീതിയിൽ ആരെയും അയാൾ നോക്കിയില്ല. സെയിം ഒപ്പീനിയനാണ് അവിടെ പുറത്തുണ്ടായിരുന്നത്. കുറേ കോളേജ് പിള്ളേരുമായിട്ട് ഞാൻ സംസാരിച്ചു. ബിക്കോസ് ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കുറേ കുട്ടികളുമായിട്ട് ഞാൻ സംസാരിച്ചു. ശാസ്ത്ര എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ ആ ഒരു ഏരിയയിൽ നിറയെ കോളേജസ് ഉണ്ട്. ഒത്തിരി പിള്ളേരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരൊക്കെയും പറഞ്ഞത്, ചേച്ചി അതാരാ? അപ്പം ഞാൻ ചേച്ചി പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഒരു രക്ഷയില്ല, അനന്തർ റോക്കിപ്പായി എന്നാണ് അവരൊക്കെ പറഞ്ഞ അഭിപ്രായമാണ്. എനിക്കും പേഴ്സണലായിട്ട് അങ്ങനെ തോന്നി. എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരും അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. എനിക്കൊരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് തോന്നി. ഇതാണോ സായി കൃഷ്ണ, ഇങ്ങനെയാണോ അവൻ്റെ ആറ്റിറ്റ്യൂഡ്? അതോ ഇനി പുള്ളിക്ക് എന്തെങ്കിലും നാണമായിരുന്നോ, പേടിയായിരുന്നോ? അങ്ങനെ ഒരു പേടി നാണം വരുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഐ ഡോണ്ട് നോ, ഫസ്റ്റ് ടൈം പബ്ലിക് ഇതിൽ വരുവാണോന്നും എനിക്കറിയത്തില്ല കേട്ടോ. അത് പുള്ളി ഓപ്പണായിട്ട് സ്റ്റേണായിട്ടെല്ലാം പറയുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു ബിഹേവിയർ എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നി. എനിക്കതിൽ സംസാരിച്ചില്ല ഇഷ്ടപ്പെട്ട ഡി ജെ സി തോന്നും. ആ പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു. നല്ല ഓഡിയൻസ് ഇൻട്രാക്ഷൻ. ആരോടും ഓഡിയൻസിനോട് സംസാരിച്ചില്ല പുള്ളി, പക്ഷെ നല്ല ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. നന്ദനയ്ക്കുമുണ്ട്. പൂജ, ഓൾവേസ് വി നോ പൂജ. പിന്നെ മറ്റേ 2 കുട്ടികൾ, അഭിഷേക് ശ്രീകുമാറിൻ്റെ അഭിഷേക് അവരുടെയും ഓക്കെ ആയിരുന്നു. സോ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഷോ പേളിമണിയുടെയും ഞാനൊരു ബിഗ് സാബു ഫാനാണ്. സോ അത് കഴിഞ്ഞിട്ട് അന്ന് കുറേ വർഷം മുമ്പാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത്. പിന്നെ റോബിൻ രാധാകൃഷ്ണൻ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. അയാളുടെ ഇൻ്റർവ്യൂ ഒക്കെ വന്നപ്പം അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഈ വർഷം എന്തോ കാണാൻ തോന്നി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണും, ഈവനിങ് കാണും, എപ്പിസോഡ് കാണും.
ലൈവ് കാണും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാൻ തുടങ്ങിയത്. കാണാൻ തുടങ്ങിയതിൻ്റെ കാര്യം കുറേ യൂട്യൂബേഴ്സ് അതിനകത്തുള്ളതാണ്. എനിക്ക് പേഴ്സണലി ഒന്നും അറിയത്തില്ല. ബട്ട് ഓക്കെ, എന്താണ് അവർ ചെയ്യുന്നത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. റിവ്യൂ ചെയ്യുന്നൊക്കെ ഇവിടെ ഓരോരുത്തർ പറയും. പക്ഷേ എനിക്കെന്തോ ഐ ഡോണ്ട് നോ, എനിക്ക് പറ്റുന്നില്ല. നോക്കട്ടെ, ഇനി ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല, നോക്കാം. ഞാൻ ഇതിന് മുന്നേ ഒന്ന് ചെയ്തു. ജാൻമണി വന്നിട്ട് 3rd ക്ലാസ് ഇക്കണോമിക് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഞാൻ അങ്ങനെയുള്ള ആളുകൾക്ക് റെസ്പെക്റ്റ് ചെയ്ത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ജോലി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അവർ ജോലി ചെയ്യുന്നുണ്ട്. അവരെ നമ്മൾ ഈക്വലായിട്ടാണ് കാണുന്നത്. അവർ നമ്മളെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എൻ്റെ നല്ല ഫ്രണ്ട്സിൽ ഓരോരുത്തരാണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരും, അവരിരുന്ന് കേൾക്കാം. അവരാരും ഇങ്ങനെയൊന്നും റെസ്പോണ്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതിനേക്കാളൊക്കെ നല്ല സുന്ദരിയായിട്ടുള്ള പീപ്പിളാണ് എൻ്റെ ഇതിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ. അവരൊക്കെ എത്ര സാധാരണ, അതായത് നമ്മൾ മെയിൽ ഓർ ഫീമെയിൽ ഓർ LGBT ഓർ ഹ്യൂമൻ അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ഒന്നും ഇല്ല. അത്രയ്ക്കും ഈക്വലായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവരിങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പം ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് പോലും തോന്നിപ്പോയി, ഇവരൊക്കെ ഇങ്ങനെ നമ്മളെന്തിനാണ് അവനെ ചെയ്യുന്നത്, അങ്ങനെ ഒരു തോന്നൽ പുള്ളിക്കാരി ഉണ്ടാക്കി വിട്ടു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എൻ്റെ കാലിനടിയിൽ കൊണ്ടുവന്ന് ചരുപ്പിൻ്റെ കീഴെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് പുള്ളി പറഞ്ഞത് ശപിക്കും. ഇവർ ശപിച്ചാലും നമുക്കൊന്നും പറ്റില്ല കേട്ടോ. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാനൊരു പ്രാവശ്യം എന്തോ വാങ്ങിക്കാനായിട്ട് ഷോപ്പിങ്ങിന് പോയി. അപ്പം എൻ്റെ കയ്യിൽ ഈ പുതിയ നോട്ട്സാണ്. ഞാൻ ഈ ഗൂഗിൾ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് എനിക്ക് ഈ നോട്ട്സിൻ്റെ അത്ര പരിചയമില്ല. അപ്പം ഞാനൊരു 16,000 റുപ്പീസിൻ്റെ പേഴ്സിനകത്ത് വെച്ചിരുന്നു. ഞാൻ ഈ പറയുന്നത് ഒരു 4-5 ഇയേഴ്സ് ബിഫോർ ഉള്ള കാര്യമാണ്. മേ ബി 6 ഇയേഴ്സ് ബിഫോർ. അപ്പോൾ എൻ്റെ പേഴ്സിനകത്ത് വെച്ചിരുന്നു. ആ പൈസ മാത്രമേ എൻ്റെ പേഴ്സിനകത്തുള്ളൂ. കാരണം ഞാൻ പൈസ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എല്ലാം ഇങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വണ്ടി നിർത്തിയപ്പോഴത്തേക്കും ഗ്ലാസ് ഇറക്ക് എന്ന് പറഞ്ഞ് കുറേ LGBT-യിലുള്ള ആൾക്കാർ വന്ന് തട്ടി ഞങ്ങൾക്ക് ഇത് വിൻഡോ ഇറക്കി. കാരണം ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ എല്ലാവരും പൈസ കൊടുക്കും. ഞാനത് ട്രാഫിക്കിലല്ല, കെയർഫുള്ളായിട്ടുള്ള ഒരു പ്ലേസിലാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കൊടുക്കും. എന്ന് വെച്ചാൽ വലിയ എമൗണ്ട് ഒന്നും ഇല്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ വന്ന് നിന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ അടുത്ത് ചില്ലറയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല. അവരെൻ്റെ തോന്നി, അയ്യോ കാണാൻ നല്ല സുന്ദരി. എനിക്കിങ്ങനെ എന്നെ ആരും പറയുന്ന സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. കാരണം അത് ഒരു നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറില്ല. നല്ലത് വരും, മറ്റാണ് മറിച്ചാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാം ഓക്കെ. അപ്പോൾ എൻ്റെ കയ്യിലൊരു 10 റുപ്പീസിൻ്റെ കോയിൻസ് ഒരു 3 അപ്പോൾ ഞാൻ എടുത്ത് അത് ഞാൻ പേഴ്സിൽ എപ്പോഴും വെച്ചിരിക്കുന്നതാണ്. അതിൽ ഒരെണ്ണം വെച്ചിട്ട് ബാക്കി ഞാൻ എടുത്ത് കൊടുത്തു. ഇത്രേ ഉള്ളൂ, നെക്സ്റ്റ് ടൈം നോക്കാം. ഞാൻ ഇവരെ എപ്പോഴും കാണുന്നതാണ് അവിടെ. ഓക്കെ അതുകൊണ്ട് ഇവർ പോയി. ഞാൻ കടയിൽ ചെന്ന സാധനം വാങ്ങിക്കാനായിട്ട് പേഴ്സ് വന്നപ്പം ആ 16,000 റുപ്പീസ് ഇല്ല. പോക്കറ്റ് അടിച്ചു. എനിക്ക് ഞെട്ടിപ്പോയി. അപ്പം ഇവർ ചെയ്യുന്നത് ശരിയാണോ? ഇവരങ്ങനെയാണെങ്കിൽ പിന്നെ ഇവരെ തന്നെ അങ്ങ് ശപിച്ചാൽ പോരെ? അതൊക്കെ വെറുതെയാണ്. പിന്നെ ഈ ശാപം പറയുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് പോകും കേൾക്കുന്ന ആൾ. കാരണം ഇങ്ങനെ ഒരു ബിലീഫ് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യയിൽ ഇവിടെ എല്ലായിടത്തും ഉള്ളതാണ്. ഇവർ ശപിച്ചാൽ നമുക്ക് ഫലിക്കും, പിന്നെ ഇവർ ഡ്രസ്സ് ഇതാക്കി കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഓരോന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത് ഇവർ ശപിച്ചു കഴിഞ്ഞാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മൈൻഡിൽ അത് കാണും. നമ്മളുടെ കോൺഫിഡൻസ് പോകും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കാണും. നമ്മളെവിടെയെങ്കിലും പോയി ഹിറ്റ് ചെയ്യും, ഉറപ്പാണ്. അത് നമ്മളെ ഇങ്ങനെ പുറകെ തുരത്തിക്കൊണ്ടിരിക്കും ആ ഒരു വേർഡ്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ. നമ്മൾ വിശ്വസിക്കുന്നില്ല, ഒന്നുമില്ല, പോകാൻ പറ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മളതിങ്ങനെ വിശ്വസിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാലും നമ്മൾ വളർന്നതും കേട്ടതും എല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാവും. അതുകൊണ്ട് അതിന് കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ കോൺഫിഡൻസ് ലാഗിങ് ഉണ്ടാവും ഉറപ്പായിട്ടും. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ജാൻമണിയുടെ ഉയരം, ജാൻമണി അവിടെ മോഹൻലാലിനേക്കാളും മേളിലാന്നാണ്. ഷീസ് നോട്ട് അക്സെപ്റ്റിങ്. പക്ഷേ ഇവർക്കൊക്കെ കുറച്ച് ഹോർമോണിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അവരുടെ ഇമോഷൻസിന് കുറേ ഇൻബാലൻസ് ഉണ്ടാവും. അതൊക്കെ ശരിയാണ്. എന്നാലും ഒരു ഷോയിൽ വരുമ്പോൾ അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ആലോചിക്കണം, ഇത് ടോട്ടൽ മലയാളീസിനെ ബാധിക്കുന്നത്. അത് നിങ്ങൾ കേരളത്തിൽ നിന്ന് വെളിയിൽ വന്ന് താമസിച്ചിട്ട് വെളിയിലുള്ള ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയുന്ന, നമ്മുടെ ഷോ കണ്ടിട്ട് പറയുന്ന ഒരു ഒപ്പീനിയൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മോശമായി പോയി ഇങ്ങനെ പറയരുതായിരുന്നു. മനസ്സിലായോ? അത് നമ്മൾ കേൾക്കുമ്പോൾ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണം. നമ്മൾ വെളിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ എനിക്ക് ആർഗ്യൂ ചെയ്യാൻ അവിടെ പോയിൻറ്റ്സ് ഒന്നും ഇല്ല. ഞാൻ മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അതല്ലേ പറ്റുള്ളൂ.